അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ബി.ജെ.പി തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുസ്ലിം ലീഗ്. ക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ എന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. അക്കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയില്ല എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ദേശീയ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷമാണ് ലീഗ് നിലപാട് പ്രഖ്യാപിച്ചത്. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം, ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും അറിയണം. അതാണ് ഇന്നെടുത്ത തീരുമാനം. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒഴിഞ്ഞുമാറിയുള്ള ഒരു പ്രതികരണമാണ് KC വേണുഗോപാലിന്റെ ആയാലും ശശി തരൂരിന്റെയും ഒക്കെയും ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇതിപ്പോൾ ഈ വിഷയത്തിൽ യോഗത്തിന് ശേഷം ലീഗ് പറഞ്ഞിരിക്കുന്നത് മറ്റു പാർട്ടിയുടെ വിഷയത്തിൽ ഇടപെടാനില്ല, കോൺഗ്രസ് സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് ലീഗ് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം? രഞ്ജിനി, അയോധ്യ വിഷയം നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. കാരണം സംസ്ഥാന കോൺഗ്രസ് ഇതിൽ അയോധ്യയിൽ പങ്കെടുക്കരുത്, ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന നിലപാട് വ്യക്തമാക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടി മനസ്സിലാക്കിയാണ് ലീഗിന്റെ നിലപാട്. അയോധ്യ വിഷയത്തിൽ BJP ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുള്ള പ്രചാരണമാണെന്ന് പറയുന്നു. അതേ സമയം തന്നെ ഇതിൽ വിശ്വാസികളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിനോട് യോജിക്കാനാകില്ല. അത് ഓരോ പാർട്ടികളും സ്വയം തിരിച്ചറിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനമെടുക്കട്ടെ. അതിൽ ഓരോരുത്തർക്കും തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടിൽ. അതായത് കോൺഗ്രസ് അയോധ്യ വിഷയത്തിൽ ഇത് പങ്കെടുത്താൽ പോലും അതിന് കോൺഗ്രസിന്റെ നിലപാടുകളും ന്യായീകരണങ്ങൾ ഉണ്ടാകുമെന്ന ഒരു മുൻകരുതലിൽ തന്നെയാണ് ലീഗ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. ആ തരത്തിൽ ലീഗിന്റെ ഒരു കോൺഗ്രസ് ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്താലും അത് അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം, തീരുമാനമെടുക്കേണ്ടി വരും എന്നൊരു മുൻധാരണയിൽ തന്നെ ലീഗ് അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇതിന്റെ രാഷ്ട്രീയം BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളത്. പക്ഷേ വിശ്വാസപരമായ കാര്യങ്ങളിൽ ലീഗ് ഇതിൽ ഇടപെടാനില്ല എന്നുകൂടി മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കുകയാണ്. കാര്യമെടുക്കുകയാണെങ്കിൽ CPM ഇതിനോടകം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. TMC ഇതിനോടകം നിലപാട് വ്യക്തമാക്കുന്നു, ഒപ്പം JDU വ്യക്തമാക്കുന്നു, RJD ഒക്കെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ ഇങ്ങനെ വൈകിപ്പോകുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിളിച്ച നേതാവ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അതിൽ പ്രതികരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന ശശി തരൂർ അടക്കമുള്ളവരുടെ നിലപാടുകളും നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറിയുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ലീഗ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് സ്വതന്ത്രമായ ആ വിഷയത്തിൽ നിലപാടെടുക്കട്ടെ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലീഗ് ശ്രമിക്കുന്നില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തെ സുപ്രഭാതത്തിലൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലീഗ് നേതാക്കൾ അതൊന്നും പരാമർശിക്കാതെ കോൺഗ്രസ് സ്വതന്ത്രമായ ഒരു നിലപാടെടുക്കട്ടെ എന്ന് പറയുമ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം. അതെ, തീർച്ചയായും കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു നിലപാട്. സമസ്ത പറയുന്നത് പോലെ ഇതിൽ ഒരു നിലപാട് പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കില്ല. സമസ്ത ഒരു സമുദായ സംഘടനയും ലീഗ് രാഷ്ട്രീയ സംഘടനയുമാണ്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നണിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൽ പ്രതികരിക്കാൻ. കാരണം അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ അതുണ്ടാക്കുന്ന തിരിച്ചടി കൂടി ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലീഗ് ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് എന്ത് തീരുമാനിച്ചാലും അത് അവരുടെ തീരുമാനമാകട്ടെ, അതിൽ ഞങ്ങൾ ഇങ്ങനെ വേണമെന്ന് പറയാൻ നിർദ്ദേശിക്കാൻ കഴിയുകയില്ല. മറിച്ച് ഇതിലെ രാഷ്ട്രീയം മനസ്സിലാക്കി നേതാക്കൾ പ്രതികരിക്കട്ടെ, മുന്നണികൾ തീരുമാനിക്കട്ടെ എന്ന ഒരു നിലപാട് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്.